ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഒരുപാട് കാലം എന്ന് പറയാൻ പറ്റില്ല, കുറേ മാസമായി പിന്നെ വ്ളോഗൊന്നും എടുക്കാത്തത്. അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്, വെറുതെ തിരക്കുള്ളൊരു ദിവസം, ഇന്ന് കുറച്ച് സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. കുറേ കുരുക്കൾ വന്നു ഗൈസ്. ഓയിലി സ്കിന്നിൻ്റെ ആണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഞം തിന്നതിൻ്റെ എഫക്റ്റാണ്. ഓക്കെ ഗൈസ്, ലച്ചു എന്തോ കൊണ്ടുവരുന്നുണ്ട് കാര്യമായി. മിക്സ്ചർ ബിസ്ക്കറ്റ് ാണ് നോക്കു ഗൈസ്. പാറു, കുഞ്ഞും അനു ഇവിടെ ഇങ്ങനെ തിരിക്കും, അവിടെ ഇങ്ങനെ തിരിക്കും. ഇതാരാ? എനിക്കെന്താ വേണ്ടേ? എന്ത് ഒക്കെ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണം ഗൈസ്. ഓളെ അറിയാം എത്ര പേർക്കാ കുളിക്കണം, എത്ര പേർക്ക് സ്ട്രെയിറ്റ് ചെയ്യണം എന്ന് കണ്ടോ? ഒക്കെ ഇപ്പൊ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണം പോലെ കുളിച്ചിട്ട്. ഹാപ്പി ഹാപ്പി. ഞാൻ ഇന്നലെ രാത്രി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ബൊക്കെയത്. രസമുണ്ടാ? അധികം താത്തിയാൽ അത് ഇതായങ്ങ് പോരും. അത് ഞാൻ കുറെ ട്രയൽ ചെയ്തിട്ട് അങ്ങനെ എല്ലാം വേറെണ്ണം വാങ്ങിയിട്ട് സെപ്പറേ അതിൽ കുത്തിയിട്ട്. എന്താ ഇവള് കാട്ടുന്നേ? അമ്മേ, തല മാത്രം ഇതാ കുളിച്ചിന്. അമ്മക്ക് നാണമാണ്, നാണം. അമ്മ എന്താ ചായക്ക്? ഇതായി അമ്മേന്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. നിങ്ങൾ എന്നാ എടുത്ത ഫസ്റ്റ്? മോയ്സ്ചറൈസർ ഇട്. എന്തോ കളിക്കുന്ന ഇഷ്ടായോ? അത് ചൂടുണ്ടോ? അങ്ങനല്ല, ഹെയറിൽ ഇതാക്കിട്ട് ചെയ്യും. നമുക്ക് പണിയുണ്ട്, അലക്കണം. വരൂ. കിറ്റ് കൊടുത്തോണ്ട് മാത്രം അവള് ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുള്ളൂ കേട്ടോ. വിട്ട് മാത്രോ കടലക്കറി എടുത്തു. അത് തീർന്നിട്ടുണ്ടാവും. കേളിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ആക്കണം. വാവേൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാൻ 2-ാം തീയതി ഞാൻ വർക്ക് ആയതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്യാണ്. ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് നിങ്ങൾ എൻ്റെ ആൾ പർപ്പിൾ. ഹായ് ഗായ്സ്, ഞങ്ങളങ്ങനെ ചോക്കോ ലഷിൽ ഭാവേൻ്റെ ബർത്ത്ഡേ കഴിക്കാൻ എത്തി ഗായ്സ്. ഭാവേൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. അല്ല, ബർത്ത്ഡേ കഴിഞ്ഞില്ല, അഡ്വാൻസ് ബർത്ത്ഡേ കഴിഞ്ഞു ഗായ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ? സൂപ്പറാ. അത് കഴിഞ്ഞ് എനിക്കൊരു കൊളാബ് ഷൂട്ട് ഉണ്ടായിരുന്നു. നല്ല ലൈറ്റും ആംബിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കൊളാബ് ഷൂട്ട് ചെയ്തു കേട്ടോ. സോ ഞാൻ പ്രോഗ്രാമിന് ഡ്രസ്സ് എടുക്കാൻ വന്നു ഗൈസ്. 3:30 മേക്കപ്പ് ചെയ്യാൻ ആൾ വരും. ഇപ്പം ടൈം 2 മണി. കണ്ടോ ഗൈസ്? ആദ്യത്തെ നോമ്പ് എടുക്കാൻ പറ്റിയില്ല. പുലർച്ചെ 1:44
വിശക്കുവാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വിട്ടുപോയി ആ ഒരു ക്ഷീണത്തിലും തിരക്കിലും. പിന്നെ നെക്സ്റ്റ് ഡേ അമ്പലത്തിലൊരു ഉത്സവത്തിൻ്റെ അങ്ങനെയുള്ള തിറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ കോഴിക്കോടേക്ക് വിട്ടു.